നമ്മുടെ വളരെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഏറെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ജെറിയാട്രിക് കെയർ എന്നുള്ളത് ഈ സംസ്ഥാനത്ത് തന്നെ ഇന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ ആവശ്യമാണ്, ആറന്മുളയിൽ പ്രത്യേകിച്ചും. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു പ്രദേശവും ആ പ്രവാസികളുടെ മാതാപിതാക്കൾ തന്നെ വസിക്കുന്ന ഒരു പ്രദേശവുമാണ് നമ്മുടെ ജില്ലയും, പ്രത്യേകിച്ച് ആറന്മുളയും. അതുകൊണ്ട് ജെറിയാട്രിക് കെയർ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടിയിട്ട് ആറന്മുള കെയർ എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഒരു കൂട്ടായ ചർച്ചയിലൂടെ അതിൻ്റെ ഒരു പദ്ധതി രൂപരേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടങ്ങുന്നത്. അതിന് കുറച്ച് സമയമെടുക്കും, കാരണം അത് രജിസ്റ്റർ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായി നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രവാസി സുഹൃത്തുക്കളുടെ ഈ ആറന്മുളയിലൂടെ ലോകത്തെല്ലായിടത്തുമുള്ള പ്രവാസികളുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആറന്മുളക്കാരുണ്ട്. ആ പ്രവാസി സുഹൃത്തുക്കളുടെ സഹകരണത്തോടെയായിരിക്കും ആറന്മുള കെയർ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അതിൽ ജെറിയാട്രിക് കെയറിൽ കൃത്യമായി ഈ തന്നെ താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു കെയർ കൊടുക്കാനുള്ള ഒരു ഓഫീസായി MLA ഓഫീസ് മാറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞങ്ങളിവിടെ ഐക്യജനാധിപത്യ മുന്നണി മത്സരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങളോട് ഏറ്റവും പ്രധാനമായി ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റി എന്നുള്ളതാണ്. ഞങ്ങളന്ന് ആദ്യം പറഞ്ഞ പ്രയോറിറ്റി ടൂറിസമാണ്. കാരണം ടൂറിസത്തിന്റെ പ്രത്യേകത, ഈ ആറന്മുള പോലെ കേരളത്തിൽ ഇത്രയധികം സാംസ്കാരിക തനിമയുള്ള മറ്റൊരു പ്രദേശമില്ല. അതിന്റെ കാരണം നമുക്കറിയാം, ഞാൻ പല പ്രസ് മീറ്റുകളിലും പറഞ്ഞതാണത്. ആറന്മുളയിൽ നമുക്ക് വലിയ കൾച്ചറൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രവും അതിനനുബന്ധിച്ചുള്ള ആറന്മുള കണ്ണാടിയും, അതുപോലെ വള്ളംകളിയും വള്ളസദ്യയും, കൺവെൻഷനുകളും, വളരെ പ്രശസ്തമായ പള്ളികളും അമ്പലങ്ങളും, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് പടയണിയും പള്ളിയോടങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ കൾച്ചറൽ ടൂറിസം ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രദേശമാണ് ആറന്മുള. അപ്പം ഞങ്ങളോട് അന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ടൂറിസത്തിനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആറന്മുളയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആറന്മുള ടൂറിസം കോൺക്ലേവ് അത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ വരുന്ന കാലങ്ങളിൽ എങ്ങനെ ആറന്മുളയെ ലോക ടൂറിസം മാപ്പിൽ ഷോക്കേസ് ചെയ്യാമെന്നുള്ളതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ആറന്മുള ടൂറിസം കോൺക്ലേവ് എന്നൊരു ആശയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്.